കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. റോമാലേഖനം 4-ാം അധ്യായം 24-ാം വാക്യം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ. യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ സ്ഥാപിക്കപ്പെട്ട മാർഗമാണ് ക്രിസ്ത്യാനിത്വം. മതമൗലികവാദികളും അധികാര കേന്ദ്രങ്ങളും ഈ മാർഗത്തെ കുഴിച്ചുമൂടാൻ പരിശ്രമിച്ചപ്പോഴൊക്കെയും മരണത്തിൽ നിന്നും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്ത്യാനിത്വവും നവചൈതന്യത്തോടെ പുറത്തുവരികയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇതിന്റെ കാരണം? ക്രിസ്തുവിന്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നു? അതിന്റെ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? ഇവ കേവലം അറിയേണ്ടത് മാത്രമല്ല, അനുഭവിക്കേണ്ടതുമാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 26-ാം വാക്യം. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. 1 പത്രോസ് 3:18. ക്രിസ്തുവോ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് ജഡത്തിൽ മരണശിക്ഷ ഏറ്റു. ക്രിസ്തുവിന്റെ മരണം സാധാരണ സംഭവമോ രക്തസാക്ഷി മരണമോ ആയിരുന്നില്ല. അത് പാപപരിഹാരത്തിന് വേണ്ടിയുള്ളതും ദുഷ്ടലോകത്തിൽ നിന്നുള്ള വിടുതലിനും ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തി നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിനും ആയിരുന്നു. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അറിവ് ഉള്ളവരായിട്ടല്ല, അതിന്റെ അനുഭവം പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്യും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.